നമസ്കാരം. സുമതി വളവ് വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത സിനിമ. അഭിലാഷ് പിള്ളയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മാളികപ്പുറത്തിന് ശേഷമാണ് ഈ ടീം ഒരുമിക്കുന്നത്. ഏതാണ്ട് മാളികപ്പുറത്തിലെ കുറേ ടീമുകൾ ഇതിനകത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഗോകുലഗോപാലൻ, ദെൻ മുരളി കുന്നുംപുറത്ത്, വെള്ളം മുരളി, അവരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് ഒരു റിയൽ ഇൻസിഡൻറ്റിനെയും അതുപോലെ റിയൽ പ്ലേസിനെയൊക്കെയാണ്. കുറേ പേരെങ്കിലും അത് കേട്ടിട്ടുണ്ടാവും. ട്രിവാൻഡ്രത്തുള്ള മൈലമൂട് എന്ന് പറയുന്ന സ്ഥലത്തെ സുമതി വളവ് ഏതാണ്ട് 1950 ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും അതിനെ തുടർന്ന് ആ പ്ലേസിന് വന്നിട്ടുള്ള ദുരൂഹമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു കുറേ ഇൻസിഡൻസ് ഒക്കെ അതിനെ തുടർന്ന് നമ്മൾ മിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമാന്യം ഒരു ആളുകൾക്കിടയിൽ ഒരു ചർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ പേഴ്സണലി ഉണ്ടായിരുന്നു. ഹൊറർ കോമഡി ജോണറിലാണ് ഈ സിനിമ വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സിനിമയ്ക്കകത്ത് കോമഡി എലമെന്റുകൾ ഒന്നും വർക്കാവാതിരിക്കും. ഹൊറർ എലമെന്റുകൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കാവുകയും ചെയ്തിട്ടുണ്ട്. സുമതി വളവ് എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിനിമയ്ക്ക് സാമാന്യം എല്ലാ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഡയറക്ടർ ആണെങ്കിലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ടീം ആണെങ്കിലും എല്ലാം വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ്. കാസ്റ്റിംഗ് ആണെങ്കിലും സാമാന്യം നല്ല കാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമ പലയിടത്തും പാളിപ്പോവാണ്. ഹൊറർ കോമഡി ജോണർ ആണെങ്കിൽ ഇതിൽ ഹൊറർ എലമെൻറ്റ് സാമാന്യം നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. പക്ഷേ ഇതിലെ കോമഡി എലമെൻറ്റ്, മറ്റ് ഇമോഷൻസ്, അതല്ലെങ്കിൽ മറ്റ് കോൺഫ്ലിക്റ്റുകൾ, പരിപാടികൾ ഒന്നും വർക്കാവുന്നില്ല. ഇപ്പോൾ ഇതൊരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് പറയുന്നത്. പ്യുവർലി ഒരു എന്താ പറയുക വില്ലേജ് സെറ്റപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ വില്ലേജ് സെറ്റപ്പിൽ വരുന്ന സമയത്ത് ഇതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അതിലെ സിറ്റുവേഷൻസ്, കാര്യങ്ങളൊക്കെ ആ രീതിക്ക് വേണം വർക്കാവുക. ഒരു ഗ്രാമത്തിലെ കുറേ കഥാപാത്രങ്ങൾ നമ്മളൊരു സിനിമയിൽ കാണുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. നമുക്ക് കാണുന്ന സമയത്ത് അവരൊക്കെ അവിടെയുള്ള ആളുകളാണെന്നൊരു ഫീൽ വരണം. അത് ആ സ്ക്രിപ്റ്റിൻ്റെയും മേക്കിങ്ങിൻ്റെയും ഒക്കെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഇല്ല. ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് കാണുന്ന സമയത്തോ ഇവരൊക്കെ ഇവിടുത്തെ തന്നെയാണോ എന്നൊരു ഫീൽ നമുക്ക് തോന്നും. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് എന്താ പറയുക, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ. അതായത് ഇതിനകത്ത് പല കാര്യങ്ങൾക്ക് പല ആളുകൾ തമ്മിൽ ഇതിനകത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്, പല കുടുംബങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നമുക്കത് അങ്ങനെ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് കൺവിൻസ് ആവുന്നില്ല. അപ്പോൾ അത് എസ്പെഷ്യലി ആ സിനിമയുടെ മുന്നോട്ടുള്ള ഒരു എന്താ പറയുക കുറേ സിറ്റുവേഷൻസിൽ കടന്നു വരുന്ന കാര്യങ്ങൾ കൂടെയാണ് ഈ കോൺഫ്ലിക്റ്റുകളും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഇത് നമുക്കൊരു ക്ലാരിറ്റിയിൽ കണ്ടു തീർക്കാൻ കഴിയില്ല. ദെൻ ഹൊറർ എലമെൻറ്റുകൾ നന്നായിട്ട് വർക്കാവുന്ന സമയത്ത് തന്നെയാണ് അതിനെ മാറ്റി നിർത്തിയുള്ള കോമഡി സീനുകൾ, മറ്റ് പെർഫോമൻസസ്, കാര്യങ്ങളൊന്നും വർക്കാവുന്നില്ല. മെയിൻലി ഇതിലെ പെർഫോമൻസിലേക്ക് പറഞ്ഞാൽ അർജുൻ അശോകൻ, എന്താ പറയുക ഗോകുൽ സുരേഷ്, അങ്ങനെ കുറേ ടീമുണ്ട് ഇതിനകത്ത്, ശിവതയൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പെർഫോമൻസ് വളരെ ദയനീയമാണ്. എസ്പെഷ്യലി അർജുൻ അശോകൻ്റെയൊക്കെ പെർഫോമൻസ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. കാരണം പുള്ളിയൊക്കെ ഗംഭീര ആക്ടറാണ്. പക്ഷെ ഇതിനകത്ത് ഭയങ്കര ക്ഷീണമായിട്ടാണ് പെർഫോമൻസ് ഒക്കെ ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ ഇതിനകത്ത് മാളികപ്പുറത്തിലുള്ള ചെറിയ 2 പിള്ളേരുണ്ട്. ഭയങ്കര വെറുപ്പിക്കൽ, കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ. എന്താ പറയുക, ചെറിയ പിള്ളേരെ കൊണ്ട് എന്താ പറയുക വലിയ അമ്മാവൻ വർത്താനൊക്കെ പറയിപ്പിച്ച് ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട്. അവർ സ്ക്രീനിൽ വരുമ്പം തന്നെ നെഗറ്റീവ് ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മാതിരിയുള്ള പെർഫോമൻസ് ഭയങ്കര ദയനീയം. ദെൻ അതുപോലെയാണ് ഇതിനകത്ത് വേറൊരു കാര്യം, ഒരു എലമെൻറ്റ് വളരെ മോശമായത് ഇതിലെ മ്യൂസിക്കാണ്. ഇത് രഞ്ജിൻ രാജാണ് ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രഞ്ജിൻ രാജിൻ്റെ പാട്ടുകൾ അത്രയ്ക്കും കച്ചറയാണ്, അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള മ്യൂസിക്കാണ്. ഇതിലെ ഹൊറർ സീനിലൊക്കെ വരുന്ന BGM ഒന്നും വലിയ തിരക്കേടില്ല. പക്ഷേ ഇതിലെ പാട്ടുകളും അത് എടുത്തു വെച്ചിരിക്കുന്നതും അതിദയനീയമാണ്. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ സിനിമ ഏറ്റവും പുറകോട്ട് വലിക്കുന്ന ഘടകങ്ങളിൽ ഒന്നതാണ്. പിന്നെ അതുപോലെയാണ് ഇതിലെ ഒരു ഫസ്റ്റ് ഹാഫ് നമുക്കൊരു വാച്ചബിൾ എന്നൊക്കെ തോന്നുന്നത്. അതിൽ ഇൻ്റർവെൽ സീനൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഒരു നല്ല മൊമെൻ്റായി ഫീൽ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമ കയ്യിൽ നിന്ന് പോയ പോലെയാണ്. എങ്ങോട്ടൊക്കെയോ സിനിമ പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പം വില്ലൻ സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഗോകുൽ സുരേഷ് ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പണിയിലുള്ള ബോബി കുര്യൻ, വാറൻ്റ് ഡേവി ആയിട്ട് അതിലുണ്ടായിരുന്നു. അയാൾ ഇതിനകത്തുണ്ട് പോലീസുകാരനായിട്ട്. പക്ഷേ ആ ക്യാരക്ടറിന് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. ഒരു പോലീസുകാരനായിട്ട് അയാൾ വരുന്നു, അയാൾ നേരെ ചുമ്മാ വില്ലൻ സൈഡിലോട്ട് പോവുകയാണ്. ഏതിനൊന്നുമില്ല. അതുപോലെ സൈജു കുറുപ്പുണ്ട്, ഒരു പുള്ളിയുടെ ഒരു സസ്പെൻസും പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഹീറോയിൻ സൈഡിലാണെങ്കിലും പെർഫോമൻസ് അത്ര എടുത്തു പറയത്തക്ക ഒന്നുമില്ല. അങ്ങനെ ആകെ മൊത്തത്തിലൊരു ആവറേജ് എക്സ്പീരിയൻസ്, ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നൊക്കെ പറയാവുന്ന രീതിക്കുള്ളൊരു അനുഭവമായിരുന്നു സുമതി വളവ്.